ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നിഷാസ് ഹോം കുക്കിംഗ്. ഇന്നിവിടെ കാണിക്കുന്നത് ഗോതമ്പ് പൊടി വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. ഇത് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റായോ ലഞ്ചായോ ഡിന്നറായിട്ടോ ഒക്കെ ഉപയോഗിക്കുകയും ചെയ്യാം. അതുപോലെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യും. ഇതുണ്ടാക്കാനായിട്ട് ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ്. 240 ml കപ്പിലിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആശീർവാദിൻ്റെ ഗോതമ്പ് പൊടിയാണ് എടുത്തത്. പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ അതുപോലെ തന്നെ ഒരു 2 സ്പൂൺ ഓയിലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിനെ ഒന്ന് കുഴച്ചെടുക്കണം. ആദ്യം നമുക്ക് ഈ ഓയിലും ഉപ്പും പൊടിയും കൂടി നല്ലപോലെ ഒന്ന് കൈകൊണ്ട് മിക്സ് ചെയ്യാം. അതിനുശേഷം കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് വേണം നമുക്കിത് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ വെള്ളം ഉപയോഗിക്കുന്നത് സാധാരണ നോർമൽ വാട്ടറാണ്, നോർമൽ ടെമ്പറേച്ചറുള്ള വെള്ളം തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ ഒന്നിച്ച് എല്ലാം കൂടി ഒഴിക്കുന്നതിന് പകരം നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും പെട്ടെന്ന് കുഴച്ചെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഞാൻ കുഴച്ചെടുത്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ പൊടി കുഴക്കത്തില്ല, അതുപോലെ തന്നെയാണ് നമുക്കിത് പൊടി കുഴച്ചെടുക്കേണ്ടത്. അപ്പോൾ ചപ്പാത്തിക്ക് കുഴക്കണേക്കാളും കുറച്ചും കൂടി ഒന്ന് കട്ടിയിൽ വേണം കുഴയ്ക്കാനായിട്ട്. അത്രയും ലൂസ് വേണ്ട, കുറച്ചും കൂടി കട്ടിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിവിടെ ഇതിപ്പോൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് ആ ഒരു പാകം ഉണ്ടല്ലോ, അതുപോലെയാണ് കുഴച്ചെടുക്കുന്നത്. പിന്നെ ഇച്ചിരി ലൂസ് കുറവായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. ഇനി നമുക്കിതിനെ ഒന്ന് ഫ്രിഡ്ജിലൊന്ന് എടുത്ത് വെക്കാം. ഒരു 5-10 മിനിറ്റ് നമുക്ക് ഫ്രിഡ്ജിലോട്ട് എടുത്ത് വെക്കണം. എന്നിട്ട് നമുക്ക് പുറത്തെടുക്കാം. ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു സാധാരണ ഒരു കടായിയാണ് വെച്ചിരിക്കുന്നത്. അതിനകത്താണ് വെള്ളം തിളപ്പിക്കാൻ വെച്ചത്. അത് കഴിഞ്ഞ് നമ്മൾ ഫ്രിഡ്ജിൽ നിന്നെടുത്ത മാവ് ഇതുപോലെ ഞാൻ നല്ലപോലെ ഒന്നും കൂടി ഉരുട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഗ്രേറ്ററാണ്. കണ്ടോ, ഈ ഗ്രേറ്ററിൻ്റെ ആ ഒരു ലൈനുള്ള ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ വേണം വെച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് സ്ലൈഡ് ചെയ്ത് നമ്മൾ ചിപ്സിനൊക്കെ കട്ട് ചെയ്യത്തില്ലേ, അതുപോലെ ഇതിനെ നമുക്ക് ആ തിളച്ച വെള്ളത്തിലോട്ട് ഇതിനെ ഒന്ന് കട്ട് ചെയ്തിട്ടുകൊണ്ടിരിക്കുക. ഇതുപോലെ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നമുക്ക് അത് വീണുകൊണ്ടിരിക്കും. അതിപ്പോൾ നമ്മൾ പ്രത്യേക ഒരു ഷേപ്പൊന്നും പറയാനില്ല, പക്ഷേ അത് കറക്റ്റായിട്ട് വീഴും, ഒട്ടിപ്പിടിക്കുകയോ അങ്ങനെയൊന്നും ഉണ്ടാകത്തില്ല. അത് നല്ലപോലെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഇതിനകത്തോട്ട് വീഴുക. നല്ലപോലെ തിളച്ച വെള്ളത്തിൽ വേണം നമ്മൾ ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ കണ്ടോ ഇതുപോലെ എല്ലാം തന്നെ അതിനകത്തോട്ട് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതെങ്ങനെ നമ്മൾ ആ ഒരു ചെറിയ തീയിൽ ഒരു 10 മിനിറ്റെങ്കിലും ഒരു 8-10 മിനിറ്റ് നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നല്ലപോലെ നമുക്കിത് വെന്ത് കിട്ടും. ഏകദേശം ഇപ്പോൾ വെന്ത് വന്നിട്ടുണ്ട്. കണ്ടോ ഇതുപോലെ ഇരിക്കുന്നത്. നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. താഴെ അടിയിലൊന്നും പിടിക്കാതെയും അങ്ങനെ ഒട്ടിപ്പിടിക്കാതെയൊക്കെ ഇരിക്കാനായിട്ട് നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. പെട്ടെന്ന് തന്നെ ആകും കേട്ടോ, ഒത്തിരി സമയമൊന്നും വേണ്ട. പിന്നെ വെള്ളം ഇപ്പോൾ ഞാൻ എടുത്ത പാത്രം ഇത്തിരി കുറഞ്ഞു പോയി. കുറച്ചും കൂടി വെള്ളം ഉണ്ടെങ്കിൽ നല്ലതാണ്. ഒട്ടും തന്നെ നല്ലപോലെ വിട്ടായിട്ട് കിടക്കുകയും ചെയ്യും. അങ്ങനെ അതിനകത്തിട്ട് ഇളക്കി നമുക്ക് ഇങ്ങനെ തിളപ്പിച്ചെടുത്താൽ മതി. ഇപ്പോൾ ഏകദേശം എല്ലാം സമയമായിട്ടുണ്ട്. അപ്പോൾ എല്ലാം നല്ലപോലെ റെഡിയായി വന്നിട്ടുണ്ട്. കണ്ടു ഇതുപോലെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ തോന്നുന്നു, ഒരു പാസ്ത പോലെയൊക്കെ തോന്നുന്നില്ലേ? അപ്പോൾ അതുപോലെയാണ് നമുക്കിത് റെഡിയാക്കി എടുക്കേണ്ടത്. ഇതിപ്പോൾ നല്ലപോലെ റെഡിയായിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു പാത്രത്തിൽ തണുത്ത വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തോട്ട് ഇത് ഇട്ട് കൊടുക്കുവാണ്. ഇപ്പോൾ കണ്ടോ, ഇതിപ്പോൾ നല്ലപോലെ അതെല്ലാം ഞാനൊന്ന് 2 പ്രാവശ്യം വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്, ഒട്ടലൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി. ഞാൻ സ്ട്രെയിനറിലോട്ട് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ നമ്മൾ സ്ട്രെയിനർ കണ്ടോ ഇതുപോലെ ഓരോന്ന് സെപ്പറേറ്റ് ആയിട്ട് വിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അതുപോലെ നല്ലൊരു ടെക്സ്ചറിലാണ് നമുക്ക് കിട്ടുക ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക്. ഇനി നമുക്കിതിന് വേണ്ടിയിട്ട് മസാല ഉണ്ടാക്കാം. പിന്നെ ചീനിച്ചട്ടി വെച്ചിട്ട് 2 സ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് സവോളയാണ്. ഒരു ചെറിയ സവോള കുനായിട്ട് നല്ല ചെറുതായിട്ട് അരിഞ്ഞത്, അതിൻ്റെ കൂടെ ഒരു 2-3 വെളുത്തുള്ളിയും കൂടി അരിഞ്ഞിട്ടുണ്ട്, അതും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ മറ്റേ ഗോതമ്പ് പൊടി ഉണ്ടാക്കിയപ്പോൾ അതിന് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ 1-2 പ്രാവശ്യം വാഷ് ചെയ്യണം, അതുകൊണ്ട് അതിനകത്ത് ഉപ്പൊക്കെ പോയിട്ടുണ്ട്. അപ്പം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം, അതിനും കൂടിയുള്ളത്. ഇനി ഞാൻ കുറച്ച് ക്യാരറ്റും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ചേർക്കുന്ന പച്ചക്കറികളുടെയൊക്കെ ഇഷ്ടമൊന്നും നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറി വേണമെങ്കിലും ചേർക്കാം കേട്ടോ. ഞാൻ കുറച്ച് തക്കാളിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇപ്പോൾ തക്കാളി നമുക്കൊന്ന് സോഫ്റ്റായി വരാനായിട്ട് 2 മിനിറ്റ് നമുക്ക് അടച്ച് വെക്കാം. അപ്പോൾ നമ്മൾ തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ അത്യാവശ്യം എല്ലാം പോലെ റെഡി ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി,
കുറച്ച് മുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഞാൻ മുളകൊന്നും ചേർത്തില്ല, അതുകൊണ്ട് ഈ മുളക് പൊടി 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്രയാണ് ചേർത്ത് കൊടുത്തത്. ഒരു 30 സെക്കൻഡ്സ് നമ്മൾ അതിന് സോട്ട് ചെയ്യാൻ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് ക്യാപ്സിക്കമാണ്. അപ്പോൾ ഞാനിപ്പോൾ യെല്ലോ കളറും ഗ്രീൻ കളറുമാണ് ക്യാപ്സിക്കം ചേർത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടം കേട്ടോ. ക്യാപ്സിക്കമൊക്കെ ചേർക്കുമ്പോൾ നമുക്ക് അതൊരു നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ കുട്ടികൾക്കൊക്കെ കൊടുക്കുമ്പോഴാണെങ്കിലും അവർക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകും അത് കഴിക്കാനായിട്ട്. ഇനി കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ആ മസാലയും വെജിറ്റബിൾസും ഒക്കെ കൂടി ഒന്ന് മിക്സായി വരാനായിട്ടാണ് നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഗോതമ്പിൻ്റെ ഇത് നമുക്കിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഇത് മിക്സ് ചെയ്തെടുക്കണം. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. ഇത് നമുക്ക് കറിയൊന്നും ആവശ്യമില്ല കൊണ്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റും. നമ്മൾ ചപ്പാത്തി അതുപോലെ പൂരിയൊക്കെ ഉണ്ടാക്കി അതിന് കറിയൊക്കെ ആക്കി വരുന്നതിന് പകരം ഇതുപോലെ ഉണ്ടാക്കുവാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടും അതുപോലെ ടേസ്റ്റി ആയിട്ടുമുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ്. പെട്ടെന്ന് തയ്യാറെടുക്കാൻ പറ്റും. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടി ചേർത്തു. അതുപോലെ ഓറിഗാനോ. അപ്പോൾ ഞാനിപ്പോൾ എനിക്ക് പെട്ടെന്നൊരു തോന്നി അതിനകത്തൊരു പാസ്ത ടൈപ്പിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യുവാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്കിതിനെ ചെയ്തെടുക്കാൻ പറ്റും. ഇതെല്ലാം കൂടി മിക്സ്. ഇപ്പോൾ കുട്ടികളൊക്കെ സ്കൂളിൽ നിന്ന് വരുമ്പോഴാണെങ്കിൽ ഇതുപോലെ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അതും നല്ലതാണ്. ആ സമയത്ത് കൊടുക്കാനും നല്ലതാണ്. കണ്ടോ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ഐറ്റം ഇപ്പോൾ റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുകയും ചെയ്യുമല്ലോ. നമ്മൾ സെർവിങ് ഡിഷിലോട്ട് മാറ്റുവാണ്. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങളെൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ പുതുതായിട്ടുള്ള വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഗോതമ്പ് പൊടി വെച്ച് തയ്യാറാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ റെസിപ്പി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.